അങ്ങനെ നീറ്റ് 2025 ഇനി ഏകദേശം 3 മാസം സമയം കൂടിയുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, എക്സാമിലേക്കുള്ള കൗണ്ട് ഡൗൺ ഒരു 100 ദിവസത്തിന് താഴോട്ട് എത്തിയപ്പോഴേക്കും പെട്ടെന്ന് കുറച്ചും കൂടി അങ്ങ് ടെൻഷൻ കൂടി, ഇത് എക്സാം തൊട്ടടുത്തെത്തി എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വന്നു. ബട്ട് 3 months ഇസ് സ്റ്റിൽ എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ടൈം. നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാക്കോട്ട് പോകാനും ഇനിയും സമയമുണ്ട്. എൻ്റെ കാര്യം നോക്കിയാൽ തന്നെ തുടക്കത്തിലൊക്കെ നല്ലോണം പഠിച്ച് പിന്നെയുള്ള കുറച്ച് മാസം ഒന്ന് ഉഴപ്പി അവസാനത്തെ ഈ 3 മാസമൊക്കെ ആയപ്പോഴേക്കും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തൊരു റാങ്കിലോട്ടൊക്കെ എത്താൻ പറ്റിയത്. സോ വിത്തൗട്ട് എ ഡൗട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഫേസ് ഓഫ് യുവർ എക്സാം പ്രിപ്പറേഷൻ. എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പം സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസ് ഉണ്ട്, അവർ വരുത്തുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ആ സെയിം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ബേസിക് ചോദ്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ ചോദ്യം ഇതാണ്: ക്യാൻ യു ഡു ഇറ്റ്? നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു സംശയമായിരിക്കും, ഇതെന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ക്യാൻ ഐ ഡു ഇറ്റ് എന്നുള്ളത്. അതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച് വന്ന ഒരാളാണെങ്കിൽ അവർ വിചാരിക്കുന്ന ഇങ്ങനെയായിരിക്കും, ഞാൻ ഇത്രയും കാലം ചെയ്ത വർക്കൊക്കെ വെറുതെ ആയി പോകുമോ, അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടുമോ എന്നുള്ളത്. വേറെ കുറേ പേരുണ്ടാവും അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല, പല കാരണങ്ങളാൽ കുറേ സമയം വേസ്റ്റായി പോയിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കുറേ ബാക്ക്ലോഗും ഉണ്ടാവും. അവർ വിചാരിക്കുന്ന ഇങ്ങനെയായിരിക്കും, ഇതുവരെ ഉണ്ടായിരുന്ന സമയം ശരിക്കും ഉപയോഗിച്ചില്ല, അപ്പോൾ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ. പിന്നെ ലാസ്റ്റ് ഒരു കാറ്റഗറി ഉണ്ട്, ഇപ്പം പഠിച്ചു തുടങ്ങിയവർ, ഇപ്പം ക്രാഷ് കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് നിൽക്കുന്നവർ. ആൻഡ് ഓബ്വിയസ്ലി അവരുടെ സംശയം ഇതാണ്, ഇനിയുള്ള സമയം പഠിച്ചാൽ കിട്ടുമോ. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ എവിടെ തപ്പിയാലും കിട്ടാൻ പോകുന്നില്ല. സോ സ്റ്റോപ്പ് സെർച്ചിങ് ഫോർ ദാറ്റ് ആൻസർ. നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ഉത്തരം പറയാൻ പറ്റും, പക്ഷേ അത് പറയുന്ന ആൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഈ 3 ചോദ്യങ്ങളും ബേസിക്കലി ഒരേ കാര്യം തന്നെയാണ്, ഫിയർ ഓഫ് ഫെയിലിയർ. അത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഫിയർ ഓഫ് ഫെയിലിയർ ഇസ് എ പാർട്ട് ഓഫ് എവറി സക്സസ് സ്റ്റോറി. നിങ്ങൾക്കറിയാവുന്ന ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുടെ കാര്യം എടുത്ത് നോക്കിയാലും അവരുടെ ജീവിതത്തിൽ അവർ റെഗുലറായിട്ട് ഈ ഒരു പേടി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കതിനെ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് മുമ്പേ ഈ എക്സാം എഴുതിയ എല്ലാവരും ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതിൽ ഒരുപാട് പേർക്ക് ഈ ഒരു പേടീനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് അവർ ഒരുപാട് സമയം കളഞ്ഞ് ആൻഡ് ആസ് എ റിസൾട്ട് അവരുടെ റിസൾട്ട് മോശമായി പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ അവസ്ഥ വരരുത്. യൂഷ്വലി ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പം നമ്മൾ 2 രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യാറുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് റിലേറ്റബിൾ ആണോ എന്നുള്ള കാര്യം പറയണം. ആദ്യത്തെ റെസ്പോൺസ് ഇങ്ങനെയാണ്: നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഭാഗം എത്തും, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കും. അപ്പോഴേക്കും ചെറുതായിട്ട് ടെൻഷൻ തോന്നി തുടങ്ങും. നമ്മൾ മുമ്പ് പറഞ്ഞ സംശയങ്ങളൊക്കെ മനസ്സിലോട്ട് കയറി വരും. അപ്പം കുറച്ചുകൂടെ ടെൻഷൻ കൂടും, അതായത് കുറച്ചുകൂടെ സ്ട്രെസ്സ് കൂടും. സ്ട്രെസ്സ് ഒരുപാട് കൂടുന്നത് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. അപ്പം നാച്ചുറലി നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഈ ഒരു ഫീലിംഗ് ഒഴിവാക്കാനുള്ള വഴികളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങും. ഇന്നത്തെ കാലത്ത് അത് വളരെ സിമ്പിളാണ്. എത്ര നേരത്തേക്ക് വേണമെങ്കിലും നമ്മുടെ റിയാലിറ്റീനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഈ സാധനം സഹായിക്കും. ചിലപ്പോൾ ഇൻസ്പിറേഷൻ തപ്പിയായിരിക്കും നിങ്ങൾ ഫോൺ എടുക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ചോദ്യങ്ങളൊക്കെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് യൂട്യൂബ് റെക്കമെൻഡേഷൻസ് കിട്ടും. ലാസ്റ്റ് 3 months കൊണ്ട് മാത്രം പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്തവരുടെ കഥ, അല്ലെങ്കിൽ മോഡൽ എക്സാമിന് 200 ആയിട്ട് ഫൈനൽ എക്സാം ആയപ്പോഴേക്ക് 700 ആയത് എങ്ങനെയാണെന്നുള്ള കഥ. അപ്പം ഈ വീഡിയോ ഒക്കെ കാണുമ്പം നമുക്ക് ചെറിയൊരു സമാധാനവും ചെറിയൊരു സന്തോഷവും ഒരു റിലീഫൊക്കെ കിട്ടും. ബട്ട് ആർ യു ഗെറ്റിംഗ് ഇൻസ്പയർഡ്? ശരിക്ക് ഇൻസ്പയർഡ് ആകുകയാണെങ്കിൽ ആ ഒരൊറ്റ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ മിക്കവാറും സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ മുമ്പത്തെ ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ കണ്ടു തുടങ്ങിയത്. അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുകയും ചെയ്തു. അപ്പം നാച്ചുറലി ആ ഒരു സമാധാനം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാനായിരിക്കും നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ കുറേ നേരം ഈ വീഡിയോകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വെച്ച് കുറേ സമയം അങ്ങ് പോകും. ഒരു ദിവസം ഇങ്ങനെ 1-2 മണിക്കൂർ പോയാൽ തന്നെ ആ ദിവസത്തെ ടൈം ടേബിൾ മൊത്തം കുളവാകും. അപ്പോഴേക്കും നമുക്ക് പിന്നെ സ്ട്രെസ് ആകും. വീണ്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ച് ഇതൊരു വിഷ്യസ് സൈക്കിൾ പോലെ ഇങ്ങനെ പോകും. മിക്കവാറും ഇത് സംഭവിക്കുന്നത് രാത്രിയിലായിരിക്കും. കാരണം രാത്രി ആകുമ്പം നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ ഇമോഷണലാണ്. അങ്ങനെ രാത്രി സമയത്ത് നമ്മൾ ഈ ഒരു സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുമ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ഉറങ്ങാനുള്ള സമയമായിരിക്കും. ഇന്നത്തെ ഉറക്കം കോംപ്രമൈസ്ഡ് ആകുകയാണെങ്കിൽ നാളത്തെ നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യവും തീരുമാനമാവും. ഇതിങ്ങനെ ഒരു ഡോമിനോ എഫക്റ്റ് പോലെ ഇങ്ങനെ പോകും. ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ കുളവാകും. ഒരുപാട് പേർക്ക് മുൻ വർഷങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ യു ഷുഡ് അവോയ്ഡ് ഇറ്റ്. രണ്ടാമതൊരു റെസ്പോൺസ് ഉണ്ട്. ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഈവൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിലും സംഭവിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു വീഡിയോ ഐഡിയ കിട്ടി. അതെനിക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ എടുത്ത് ഒരു വീഡിയോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു 10-12 മണിക്കൂറൊക്കെ എടുത്ത് മാക്സിമം ബെറ്റർ ആക്കി വീഡിയോ ചെയ്യാൻ പറ്റും.
ഈ രണ്ട് സിനാരിയോയിലും വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പം ഒറ്റ വ്യൂ പോലും കിട്ടാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ 2 മണിക്കൂർ എടുത്തുണ്ടാക്കിയ വീഡിയോയ്ക്കാണ് വ്യൂ ഒന്നും കിട്ടാതിരിക്കുന്നതെങ്കിൽ എനിക്ക് തന്നെ സ്വയം സമാധാനിക്കാം, ഞാൻ 100% എഫേർട്ട് ഇട്ടിട്ടില്ലല്ലോ. സോ ദർ ഇസ് സ്റ്റിൽ ഹോപ്പ്. ഇനി അതേസമയം ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് കുറേ സമയം എടുത്തുണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടും അതിന് വ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിൽ ദാറ്റ് ഇസ് എ മോർ ഡീമോറലൈസിങ് സിറ്റുവേഷൻ. ഇതെല്ലാം ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് സബ് കോൺഷ്യസ് ആയിട്ട് മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ഈസിയർ ടു ചൂസ് ദ ലോ എഫേർട്ട് ഓപ്ഷൻ. സോ ബേസിക്കലി ഈ ഫിയർ ഓഫ് ഫെയിലിയർ കാരണം 100% എഫേർട്ട് ഇടാതിരിക്കും. ഈ സെയിം കാര്യം കുറേ പേർക്ക് എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്തും സംഭവിക്കും. അവർ 100% എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്തിട്ടും അവർ ആഗ്രഹിക്കുന്ന റിസൾട്ടിലോട്ട് എത്തിയില്ലെങ്കിലോ എന്നുള്ളത് പേടിച്ചിട്ട് അവർ 100% എഫേർട്ട് ഇടാതിരിക്കും. അങ്ങനെ ആകുമ്പം റിസൾട്ട് മോശമായി പോയാലും സ്വന്തമായിട്ടൊരു എക്സ്ക്യൂസ് പറയാനുണ്ട്, ഞാൻ ഫുള്ളായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. സോ ദീസ് ആർ ബോത്ത് റെസ്പോൺസസ് ടു ദ സെയിം പ്രോബ്ലം. ആൻഡ് ഈ 2 റെസ്പോൺസും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. സോ വാട്ട് ഈസ് ദ റൈറ്റ് റെസ്പോൺസ്? ഫസ്റ്റ് ഓഫ് ഓൾ, യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് ഫെയിലിയർ ഈസ് ആൻ ഓപ്ഷൻ. ഇറ്റ് ഈസ് എ പോസിബിൾ റിയാലിറ്റി. പക്ഷേ ഈ പേടി കാരണം 100% എഫേർട്ട് ഇടാതെ പോകുന്ന ഒരു റിയാലിറ്റി ഉണ്ടാകരുത്. ദാറ്റ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഗ്യാരണ്ടി ചെയ്താൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്നൊരു മെൻറ്റാലിറ്റിയും കൊണ്ട് പോയാൽ നമുക്ക് നമ്മുടെ സ്വപ്നത്തിലോട്ടൊന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല. ഒറ്റ കാര്യമേ നമ്മുടെ കൺട്രോളിൽ ഇപ്പോൾ ഉള്ളൂ, ഇനി ബാക്കിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. സോ അതിൽ മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും സമയം കുറഞ്ഞു പോവുകയാണല്ലോ എന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നും ഓരോ ദിവസവും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തിരിച്ചറിയുന്ന ഒരു മെൻറ്റാലിറ്റിയിലോട്ട് മാറണം. ഇത് പറയുന്ന അത്ര എളുപ്പമൊന്നും അല്ല എന്നറിയാം, ബട്ട് ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ് യു ഷുഡ് ഹാവ് ഫോർ ദ നെക്സ്റ്റ് 3 months. നൗ ഈ മൈൻഡ് സെറ്റ് മാത്രം വെച്ചിട്ട് കാര്യമില്ല, ഇതിൻ്റെ ഒപ്പം നല്ലൊരു റിവിഷൻ പ്ലാനും കൂടെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഇവിടെ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം: ഓർഗനൈസ്, ഫിൽറ്റർ ആൻഡ് പേഴ്സണലൈസ്. ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു എംപ്റ്റി ബോക്സ് ആണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ബോക്സിൻ്റെ അകത്തോട്ട് ഈ 5 ബുക്കുകൾ വെക്കണം. അത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ചുമ്മാ തോന്നിയ പോലെ പ്രത്യേകിച്ചൊരു ഓർഡറൊന്നും ഇല്ലാതെ റാൻഡമായിട്ട് കുത്തി നിറയ്ക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പം 5ാമത്തെ ബുക്കിന് സ്ഥലവും ഇല്ല. പോരാത്തതിന് ഈ ബോക്സിലുള്ള സ്പേസ് തന്നെ കുറേ ഗ്യാപ്പുകളുണ്ട്, കുറേ ഏരിയ വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഈ ബോക്സിൻ്റെ ഷേപ്പും സൈസും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് വേണമെങ്കിലും ഫിൽ ചെയ്യും. അങ്ങനെ ചെയ്തപ്പം 5 ബുക്ക് കൊള്ളുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ സ്പേസ് ഒന്നും ബാക്കിയില്ല താനും. ഇപ്പം ഞാൻ കാണിച്ച ബോക്സിനകത്തെ സ്പേസ് നിങ്ങൾക്കിനി എക്സാമിന് ബാക്കിയുള്ള സമയമായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഓരോ ബുക്കും ഓരോ ദിവസമായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ ദിവസവും ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഇന്ന് മുതൽ മെയ് 4 വരെയുള്ള ഓരോ ദിവസവും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിപ്പോൾ തന്നെ ഉണ്ടാക്കണം. ഒരുപാട് സ്പെസിഫിക് ആകണമെന്നില്ല. രാവിലെ തൊട്ട് രാത്രി വരെ ഓരോ മണിക്കൂർ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നത്, എത്ര സമയം കൊണ്ട് ആദ്യത്തെ റൗണ്ട് ഓഫ് റിവിഷൻ തീരും, 2ാമത്തെ റൗണ്ട് ഓഫ് റിവിഷൻ എപ്പോൾ തുടങ്ങും, 3ാമത്തെ റൗണ്ട് ഓഫ് റിവിഷൻ എപ്പോൾ തുടങ്ങും, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ ഇപ്പം തന്നെ ഉണ്ടാകണം. ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, മേക്ക് ഇറ്റ് ഫ്ലെക്സിബിൾ ബട്ട് നോട്ട് ടു ഫ്ലെക്സിബിൾ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു 90 days ബാക്കിയുണ്ടെന്ന് വെച്ചോ, ഇതിൻ്റെ അകത്തൊരു 4 or 5 days എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടില്ല എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണണം. ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. ഇൻ കേസ് അങ്ങനെ നമുക്ക് സമയം വേസ്റ്റ് ആകുകയാണെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനും കൂടെ ഇപ്പം തന്നെ നിങ്ങളുടെ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡോണ്ട് മേക്ക് ഇറ്റ് ടു ഫ്ലെക്സിബിൾ. നിങ്ങൾക്ക് രാവിലത്തെ സ്റ്റഡി സെഷനിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് അത്രയും പഠിച്ചു തീർന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ആഫ്റ്റർനൂൺ സെഷനിലോട്ട് എക്സ്റ്റെൻഡ് ആയി പോകരുത്. ഒരു ദിവസത്തെ ബാക്ക്ലോഗ് നോക്കാൻ വേണ്ടി മാത്രം ഒരു 1-2 മണിക്കൂർ മാറ്റി വെക്കണം. ആ സമയത്ത് മാത്രം ഈ ബാക്ക്ലോഗ് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുറേ ടൈം വേസ്റ്റ് ആയി പോകും. സോ ഓർഗനൈസ് യുവർ ടൈം. ഇന്ന് മുതൽ എക്സാം വരെയുള്ള എല്ലാ ദിവസത്തെക്കുറിച്ചും ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അത് എഴുതി തന്നെ വെക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ സമയം പോകും. അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫിൽറ്റർ ഔട്ട് യുവർ മിസ്റ്റേക്സ്. റിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോഴാണല്ലോ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേസിക്കലി നമുക്ക് തെറ്റിപ്പോകുന്ന എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ
ചെയ്യാൻ അറിയാത്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മിസ്റ്റേക്സ് വരുത്തുന്ന ടോപ്പിക്സും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതാണ് ഈ സംഭവം. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ മിസ്റ്റേക്ക് ബുക്കും ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ അവസാനം ഫുൾ കൺഫ്യൂഷനാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓരോ റൗണ്ട് റിവിഷൻ കഴിയുമ്പോഴും ഈ മിസ്റ്റേക്ക് ബുക്കിനെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ബയോളജിയിൽ ഒരു 100 ടോപ്പിക്സ് അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മിസ്റ്റേക്ക് ബുക്കിൽ എഴുതാൻ കിട്ടി. സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ കഴിയുമ്പോഴേക്കും ഈ 100-ൽ നിന്ന് അതൊരു 25 ആക്കണം. ആൻഡ് തേർഡ് റൗണ്ട് ഓഫ് റിവിഷൻ കഴിയുമ്പോഴേക്കും 25-ൽ നിന്ന് 5 ആക്കണം. ഫൈനലി എക്സാമിന് ഒരാഴ്ച മുമ്പ് ഈ മിസ്റ്റേക്ക് ബുക്ക് എടുത്ത് മറിച്ച് നോക്കുമ്പം അതിൻ്റെ അകത്തൊരു 2-3 പേജൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഇത് ഉപയോഗിച്ചാലേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം കുറേ പേര് മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി അതിങ്ങനെ നിറച്ച് കൊണ്ടുപോയി അവസാനം എക്സാമിന് മുമ്പുള്ള ഒരാഴ്ച മിസ്റ്റേക്ക് ബുക്ക് മറിച്ച് നോക്കാൻ തന്നെ സമയമില്ലാത്ത അവസ്ഥയായി. അപ്പം ആ രീതിയിൽ ഇത് ഉപയോഗിക്കരുത്. ഓക്കെ, അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പേഴ്സണലൈസ് യുവർ ടൈം ടേബിൾ. നമ്മുടെ കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഏത് സബ്ജക്റ്റാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടതെന്നും അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിന് കൂടുതൽ സമയം കൊടുക്കണം, എത്ര തവണ റിവൈസ് ചെയ്യണം, ഇതൊക്കെ വേറൊരാൾ പറഞ്ഞു തന്നിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ നിങ്ങൾക്കനുസരിച്ച് പേഴ്സണലൈസ്ഡ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഒരു സജഷൻ എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ഓരോ ദിവസത്തെയും 2 പാർട്ടായിട്ട് തിരിക്കണം. ഒന്ന് ഇംപ്രൂവ്മെൻറ്റ് പാർട്ടും ഒന്ന് കോൺഫിഡൻസ് ബിൽഡിംഗ് പാർട്ടും. ഇംപ്രൂവ്മെൻറ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്സ്, പുതിയ ടോപ്പിക്സ് പഠിക്കാനും അതുപോലെ ക്ലിയർ ആയിട്ടില്ലാത്ത കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാനും ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാനും അതിനുവേണ്ടിയുള്ളൊരു സമയമാണ് ഈ ഇംപ്രൂവ്മെൻറ്റ് പാർട്ട്. കാരണം നമ്മൾ സ്വയം ചാലഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും റിവൈസ് ചെയ്യുന്നതാണ് കോൺഫിഡൻസ് ബിൽഡിംഗ് പാർട്ട്. ഓക്കെ, അപ്പം എല്ലാ ദിവസവും ഈ 2 പാർട്ടും ഉണ്ടായിരിക്കണം. ഈ ഓരോ പാർട്ടിനും എത്ര സമയം വെച്ച് നിങ്ങൾ കൊടുക്കുന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത്യാവശ്യം പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആണ്, കോൺസെപ്റ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഈ റിവിഷൻ പാർട്ടിന് വേണ്ടി കൊടുക്കുക. ഇനി അതല്ല കുറേ ബാക്ക്ലോഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഈ ഇംപ്രൂവ്മെൻറ്റ് പാർട്ടിന് വേണ്ടി കൊടുക്കുക. ദ മെയിൻ തിങ് ഈസ്, എല്ലാ ദിവസവും ഈ 2 പാർട്ടും ഉണ്ടായിരിക്കണം. അല്ലാതെ ഒന്നിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് മറ്റേത് മാത്രം ചെയ്തു പോവുകയാണെങ്കിൽ ആ ഒരു ബാലൻസ് പോവും. ആൻഡ് അൾട്ടിമേറ്റ്ലി അത് നിങ്ങളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യം ബേൺ ഔട്ട് ആകാതെ നോക്കാനാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി, നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് ചെറിയ ചെറിയ ബ്രേക്കുകൾ നമ്മുടെ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ വീട്ടിൽ പോകാനും ഉള്ള ദിവസങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മളിപ്പോഴത്തെ ഒരു ആവേശത്തിന് ചിലപ്പോൾ ഇങ്ങനെ തീരുമാനിക്കും 3 മാസത്തേക്ക് ഇനി വീട്ടിലൊന്നും പോകുന്നില്ല എന്ന്. ബട്ട് അങ്ങനെ തീരുമാനിക്കുന്നവർ യൂഷ്വലി അവസാനം ബേൺ ഔട്ടായിട്ട് പിന്നെ ചിലപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ വീട്ടിൽ പോയി അങ്ങ് നിൽക്കും. അതിലും ബെറ്റർ നമ്മൾ ഇപ്പം തന്നെ പ്രീ ഡിറ്റർമിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ഹാഫ് ഡേ ഒക്കെ ആയിട്ട് നമ്മൾക്ക് റെസ്റ്റ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ലൂസിങ് എ ലോട്ട് ഓഫ് ടൈം ബൈ ബിക്കമിങ് ബേൺഡ് ഔട്ട്. ഇത്രയൊക്കെയാണ് ഇപ്പം റിവിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ദ ലാസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡു ഇസ് സെൽഫ് അനലൈസ്. ഈ സെൽഫ് അനാലിസിസ് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് എക്സാംസും അതിൻ്റെ റാങ്ക് ലിസ്റ്റും വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെയാണ് മനസ്സിൽ വരിക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ്സുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും എഴുതി വെക്കുക. എന്നിട്ട് ഈ ഓരോ കാര്യത്തിനും നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഒബ്ജക്റ്റീവായിട്ട് ചിന്തിച്ച് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമായിരിക്കും ക്ഷീണം. രാത്രിയൊക്കെ അത്യാവശ്യം ഉറങ്ങുന്നുണ്ട്, ഫുഡൊക്കെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്, എന്നിട്ടും ഫുൾ ടൈം ക്ഷീണമാണ്. ഇതിന് കാരണമായിട്ട് മേ ബി ഒരു മെഡിക്കൽ കോസ് ഉണ്ടായിരിക്കാം. തൈറോയിഡ് ഡിസോർഡർ, അനീമിയ, PCOS, ഫാറ്റി ലിവർ, ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വളരെ കോമൺ ആണ്. ഇതിൽ ഏതുണ്ടെങ്കിലും അതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് വരുന്ന കാര്യമാണ് ഫറ്റീഗ്, ഈ ക്ഷീണം. കഴിഞ്ഞ വർഷം എനിക്ക് പരിചയമുള്ള കുറച്ച് കുട്ടികൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കാരണം അവരുടെ പഠിത്തത്തെ എഫക്ട് ചെയ്തായിരുന്നു. അവരതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പതുക്കെ ഇത് ബെറ്റർ ആകുകയും ചെയ്തു. സോ ഇതുപോലത്തെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. സ്ഥിരമായിട്ടൊരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ മാറുമായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കാതെ അത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്തായിരിക്കും അതിന് കാരണമെന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ കുറേ കാലമായിട്ട് കുത്തിയിരുന്ന് പഠിക്കുകയാണ്, അപ്പം ആസ് എ റിസൾട്ട് ബാക്ക് പെയിനോ നെക്ക് പെയിനോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു ദിവസം നമ്മുടെ പഠിത്തത്തെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതും അങ്ങനെ സഹിച്ചിരുന്ന് പഠിക്കുന്നതിന് പകരം അതിനുള്ള സൊല്യൂഷനൊക്കെ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും ചെറിയ എക്സർസൈസുകളോ സ്ട്രെച്ചുകളോ ഒക്കെ നമുക്ക് കിട്ടും. അപ്പം ഇതുപോലത്തെ വളരെ കുഞ്ഞ് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ ഓരോ ചെറിയ പ്രശ്നത്തിനും കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ പഠിത്തത്തിലെ നിങ്ങളുടെ വീക്ക്നെസ്സുകളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല.
നിങ്ങളുടെ മെമ്മറി പവർ വീക്ക് ആണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് റിവിഷൻസിൻ്റെ എണ്ണം നിങ്ങളുടെ ടൈം ടേബിളിൽ കൂട്ടണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻ്റ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സാംസ് എഴുതാൻ വേണ്ടി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കണം. ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സർസൈസും അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫോം കണ്ടന്റ് ഒക്കെ ഒഴിവാക്കി അങ്ങനെ പല രീതിയിൽ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓരോന്നിനും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. ബട്ട് വി ഹാവ് ടു ട്രൈ. വി ഓ ദാറ്റ് ടു അവർ സെൽഫ്. നമ്മുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളും വേറെ ആരെങ്കിലും വന്ന് നമുക്ക് വേണ്ടി സോൾവ് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നമ്മൾ തന്നെ ആക്ഷൻ എടുക്കണം. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ഒരു പേപ്പറിലോട്ട് എഴുതുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെ മുമ്പോട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇനി നെഗറ്റീവ്സ് മാത്രമല്ല, നിങ്ങൾക്ക് സ്ട്രോങ് പോയിന്റ്സ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. അതിനെയും ഒരു സൈഡിൽ എഴുതി വെക്കുകയാണെങ്കിൽ അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യവും നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സെൽഫ് അനാലിസിസിന് വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെ ചില ഇഷ്യൂസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചിട്ടൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. എനിക്കറിയാം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സമയം കളയുന്നില്ല. ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യാം, ഐ വിൽ ട്രൈ ടു മേക്ക് ദ ബെസ്റ്റ് വീഡിയോസ് ഐ ക്യാൻ ടു ഹെൽപ്പ് യുവർ ഫ്യൂച്ചർ. ആൻഡ് തിരിച്ച് നിങ്ങളൊരു പ്രോമിസ് തരണം ദാറ്റ് യു വിൽ മേക്ക് ദ നെക്സ്റ്റ് 3 months ദ ബെസ്റ്റ് പാർട്ട് ഓഫ് യുവർ എക്സാം പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം.